കിങ് മേക്കേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് ഈ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഞാൻ വിശ്വസിച്ചിട്ടുള്ള അല്ലെ ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള എന്റെ ലീഡേഴ്സ് ഇന്ന് വരെ എനിക്ക് ഇതില് ഒരു വരുമാനം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ ഉണ്ടാക്കി തരാൻ പറ്റും എന്നുള്ള 100% ഗ്യാരണ്ടിയോട് കൂടി പറയാൻ വേണ്ടിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എല്ലാവർക്കും, ചില ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലീഗലി എന്താ പറയാ നമുക്ക് കുറെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കൂല, ഇതെന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട. ഒന്നും അറിയാത്ത ഒരു വീട്ടമ്മയായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരെക്കൊണ്ടും പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഒരു സ്ലൈഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റ പ്രാവശ്യം കേട്ടത് കൊണ്ട് മാത്രം മനസ്സിലാവും. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. കാരണം അറിയാത്തതിന്റെ പേരിൽ ഒരാൾ പോലും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടോ ഈ ഒരു കോയിനെ കുറിച്ചിട്ടോ അറിയാത്തതിന്റെ പേരിൽ മിസ് ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു ഇത് സൂം കഴിയുന്നവരെ, സൂം കഴിയുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പകുതി കേട്ടിട്ട് ഇറങ്ങി പോകരുത്. നിങ്ങൾ ഇത് കഴിയുന്നവരെ ഈ ഒരു സെഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത്. നമ്മുടെ പ്രൊജക്ടിന്റെ പേര് എന്ന് പറയുന്നത് കോയിൻഫോർജ് എന്നാണ്. കോയിൻഫോർജ് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ കോയിൻഫോർജ് എന്നുള്ള പ്രൊജക്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി പ്രൊമോട്ട് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതൊരു ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത് തന്നെ പറയാം. ഇത് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, അതിന് എത്രത്തോളം ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു കോയിൻഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ്. നമ്മൾ ഏത് ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണല്ലോ, അതിന് എത്ര കാലത്തേക്കുള്ള ആയുസ് അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന് നമ്മുടെ തലമുറ കഴിഞ്ഞാലും നമുക്ക് വരാൻ പോകുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. ഇത് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പല ആളുകളും കേട്ടിട്ടുണ്ടാവാം, ഇന്ന് കേൾക്കാത്ത ആളുകൾ വിരളായിരിക്കും. ക്രിപ്റ്റോ എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് ഫെമിലിയർ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡ് തന്നെയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാലും ഒരു ഡിജിറ്റൽ കറൻസിയാണ് അല്ലെ. ക്രിപ്റ്റോ കറൻസി ലോകത്തിൽ വരാനുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെയാ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂർ ആക്കുക എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ക്രിപ്റ്റോ കറൻസി വരാനുള്ള റീസൺ. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഗോൾഡോ ഒരു ലാൻഡോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അറിയുന്ന നമ്മളല്ലാത്ത പല ആളുകളും ഉണ്ടാവും അല്ലെ. നമ്മളല്ലാത്ത പല ആളുകളും ഉണ്ടാവും അതറിയുന്ന ആളുകൾ. ബാങ്കേഴ്സ് ഉണ്ടാവും, ഇൻകം ടാക്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ എത്ര ആസ്തി, അതുകൊണ്ടാണ് ഗവൺമെന്റ് പലതും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനോ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അവിടെ KYC കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നത്. നമ്മൾ ഒരാളുടെ ഒരു ആധാർ നമ്പർ അടിച്ചു നോക്കുമ്പോൾ അയാളുടെ ആസ്തി മൊത്തത്തിൽ ഗവൺമെന്റിന്റെ അടുത്ത് അതിന്റെ ഡാറ്റ ഉണ്ടാവും. അപ്പം ഇത് ഇങ്ങനെ ഇല്ലാതെ ഫുൾ സെക്യൂറബിൾ ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലേക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂർ ആക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസി 2007 ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷെ ബിറ്റ് കോയിന് വരുന്ന സമയത്ത്
അത് ആളുകൾ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടായെന്ന് അറിയില്ല. കാരണം അത് ആരും അത്ര മൈൻഡാക്കി എടുത്തിട്ടുണ്ടായില്ല. ഇന്നും പല ആളുകളുടെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ട്. പക്ഷെ അവര് സൂക്ഷിച്ചു വെച്ചിട്ടിരുന്ന വാലറ്റിന് അവർ അത്ര ഇമ്പോർട്ടന്റ് അന്ന് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ പ്രൈവറ്റ് കീ അവർക്ക് ഓർമ്മയില്ല. അതിന്റെ പേരിൽ കോടികൾ നഷ്ടപ്പെട്ട ഒരുപാട് എക്സാമ്പിൾസ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം സത്യം പറഞ്ഞാല് അന്ന് ഗെയിമൊക്കെ കളിച്ചിട്ട് റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന നമുക്ക് വെറുതെ കിട്ടുമ്പോ ഒന്നിനും ഒരു വാല്യൂ ഉണ്ടാവില്ല അല്ലെ. ഒരു പ്രൈസ് ഉണ്ട് എല്ലാത്തിനും. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവുക. അപ്പൊ വെറുതെ കിട്ടിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പല ആളുകളും അതിന് അത്ര വാല്യൂ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് വെച്ചാല് ലോകത്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. ക്രിപ്റ്റോ കറൻസി എന്നുള്ള പിന്നെ ആ ഒരു ആശയം വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ എന്റെ ഫൈനാൻസ് എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തത്തിൽ മാത്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്രിപ്റ്റോ കറൻസി വരുന്നത്. ഇതൊരു വെർച്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു വെർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ഇതില് ഡിസൈൻ ചെയ്തിട്ട് ഒരു വെർച്വൽ കറൻസി ആക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ക്രിപ്റ്റോ കറൻസി. ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് ലോകത്ത് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ അവൈലബിൾ ആണ്, വാല്യൂ ഉള്ളതും വാല്യൂ ഇല്ലാത്തതും ഒക്കെ ആയിട്ട്. അപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ആണ്. ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ലിസ്റ്റിംഗിലേക്ക് എത്തുന്നതിന്റെ മുന്നേ അതിന് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് അത് ലിസ്റ്റിംഗിലേക്ക് എത്തുക. അപ്പൊ അത് പല വഴിയിലൂടെ നമുക്ക് എയർ ഡ്രോപ്സുകളാക്കിയിട്ടൊക്കെ പല ക്രിപ്റ്റോ കറൻസികളും ഫ്രീ ആയിട്ട് കിട്ടുന്ന പലരും കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത് പ്രൊജക്ട് ബേസിലൂടെ ഒരു ടോക്കൺ ആയിട്ട് ഈ ഒരു ക്രിപ്റ്റോ ലോഞ്ച് ചെയ്തിട്ട് അത് മാക്സിമം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ലിസ്റ്റിംഗിലേക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ആണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി റൺ ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ട്രാൻസ്പെറന്റ് ഒരു എന്താ പറയുക, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ് അല്ലെ. നമ്മൾ എല്ലാ സംഭവങ്ങളും ലെഡ്ജർ ഇതുങ്ങാണ്ട് സൂക്ഷിക്കാറുണ്ട് അല്ലെ. നമ്മുടെ കണക്കുകൾ എല്ലാം ക്രെഡിറ്റും ഡെബിറ്റും ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ് ബ്ലോക്ക് ചെയിൻ. പക്ഷെ ഈ ഡിജിറ്റൽ ലെഡ്ജറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പിന്നെ പറ്റാത്ത രീതിയിൽ സെക്യൂറബിൾ ആണെന്നുള്ളത്. കാരണം നമ്മളിപ്പോ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒരു നമ്മുടെ ആ ഒരു പിന്നെ രജിസ്റ്ററിലോ ആയിരിക്കാം അല്ലെ. ആ രജിസ്റ്റർ നമ്മളെ അടുത്തുനിന്ന് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സിസ്റ്റം കേടായി കഴിഞ്ഞാൽ അല്ലെ ആ സിസ്റ്റത്തിലെ ഡാറ്റ വൈറസ് കയറി കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷെ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ എൻട്രി ചെയ്ത ഡാറ്റ എന്ന് പറയുമ്പം ഒരുപാട് സെർവറുകളിൽ ഒരുപാട് കമ്പ്യൂട്ടറുകളിൽ ഇത് സേവ് ചെയ്ത് വെച്ച മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുകൾ ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ ഒരു ഹോസ്റ്റലിൽ നമ്മൾ പിന്നെ എന്താ പറയുക റൂംമേറ്റ്സുകളായിട്ട് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വരവ് ചെലവ് എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ടാവും അല്ലെ. ആ ഒരു ഡയറി ആണ് ഉള്ളത് എങ്കിൽ ആ എഴുതുന്ന ആൾക്ക് അതിൽ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അയാൾ വാങ്ങിയ സാധനത്തിന് വില കൂട്ടി എഴുതാൻ പറ്റും, വാങ്ങാത്ത സാധനം ആഡ് ചെയ്യാൻ പറ്റും. അതൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അയാളാണ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ. നേരെ മറിച്ച് 5 പേരാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ 5 പേരും ഈ ഡാറ്റ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള് റോങ് എഴുതിയാൽ കഴിഞ്ഞ് 4 ബുക്കുകളിൽ റൈറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ 2ൽ കൂടുതൽ ബുക്കുകളിൽ റൈറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ബ്ലോക്ക് ചെയിനിൽ എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുകളിൽ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ 100% ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തുള്ള ക്രിപ്റ്റോ ഇവിടെ ടോക്കൺ പ്രൊമോഷനിലൂടെ നമ്മൾ മാക്സിമം ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാനും മാക്സിമം ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ഒരു എക്കോ സിസ്റ്റം ആണ്.
അല്ലെ? ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നമ്മളെല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ് അല്ലെ, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. 100% നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും, ഈ ഒരു ബിസിനസ് നെഞ്ചോട് ചേർത്ത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഇത് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെ ഒരുപാട് ആളുകളിലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു ബിസിനസ് കൊണ്ട് പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റാസുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്ക് ചെയിനുകൾ പലതും ഉണ്ട്. നമ്മുടെ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ്. ഇവിടെ ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് USDT ആണ് അല്ലെ. US ഡോളറിന് സ്റ്റേബിൾ ആയിട്ടുള്ള കോയിൻ ആണ് USDT എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന USDT ആണ്. നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്ന, കമ്മീഷൻ ആയിട്ട് കിട്ടുന്നതും USDT തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. പല കൺസെപ്റ്റുകളും ചെയ്ത ആളുകൾക്കറിയാം, നമ്മൾ അവിടെ ഒരു പിന്നെ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്നുള്ളത് അല്ലെ. അവിടെ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കണം, അവിടുത്തെ മാനേജർ സൈന്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോർമാലിറ്റീസിന് ശേഷമാണ് നമുക്ക് ആ ഒരു വരുമാനം കിട്ടുന്നത്. ഇവിടെ ബിസിനസ് ഏത് സമയത്താണോ നിങ്ങൾ ക്ലോസ് ആക്കുന്നത് ആ സമയത്ത് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങളുടെ വാലറ്റിലേക്ക് നിങ്ങൾ ചെയ്ത ബിസിനസിന്റെ വരുമാനം ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നട്ടപ്പാതിരാക്ക് ബിസിനസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പോട്ടിൽ വരുമാനം കയറുന്നുണ്ട്. ഇവിടെ മാനേജർ ഉറങ്ങാണോ അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്പർ ഉറങ്ങാണോ, അയാൾ സ്ഥലത്തില്ല, ഇതൊന്നും ഇവിടെ ഒരു മാറ്ററേ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന ഓട്ടോമാറ്റഡ് സിസ്റ്റം ആണ്. ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയാനുള്ള ഗ്ലോബലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രത്യേകിച്ചും വീട്ടമ്മമാര്, വിദ്യാർത്ഥികള്, ഇങ്ങനത്തെ ആളുകളൊക്കെ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലി ആക്സസിബിലിറ്റി. കാരണം ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെന്നില്ല, എവിടേക്ക് വേണമെന്നെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. പല ആളുകളും ഉള്ളതാണ്, എനിക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല, വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന. വീട്ടിലിരുന്നിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ സിമ്പിൾ ആയിട്ട് കാണണ്ട. വീട്ടിലിരുന്നിട്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് തന്നെ പറയാം. വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് 100, 200, 300 ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല. ഓക്കെ, വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണത്. അത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ സിമ്പിൾ ആയിട്ട് ഒരിക്കലും കാണരുത്. ഫുൾ ടൈമർ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഏകദേശം 50% ആളുകൾ ഇന്ന് എംപവറിലുണ്ട്. ഓക്കെ, അപ്പം 100%, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്നുള്ള, 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ ബിസിനസ് ചെയ്താലും നമ്മളെ വാലറ്റിലേക്ക് ക്യാഷ് വരുന്നത്. അവിടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലാണ്, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല, ഒരാളുടെയും അനുവാദം വേണ്ട. അത് ആ ഒരു നമ്മൾ ചെയ്ത ബിസിനസിന്റെ എമൗണ്ട് നമ്മളെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ഒരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അല്ലേ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളിലേക്ക് വരുമാനം വരുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. യൂസുഫ് അലിഖാനെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിഗ് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് അല്ലേ. അവരൊക്കെ പ്രത്യേകത എന്താ, അവര് സ്ഥലത്തില്ലെങ്കിലും അവർക്ക് വരേണ്ടത് അവരെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളില്ലെങ്കിലും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും, നമ്മൾ ടൂർ പോകുമ്പോഴും, നമ്മളെ ഈ ഒരു നമ്മുടെ പ്രസൻസ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരിക എന്നുള്ള ഒരു സിസ്റ്റം അല്ലെ. ഇവിടെയും നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഒരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ,
നേരത്തെ പറഞ്ഞു സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. സെക്യൂർ ആണെന്ന് പറയാൻ ബ്ലോക്ക് ചെയിനിലാണ് ഇത് റൺ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സെക്യൂർ ആണ്. ഇനി ബ്ലോക്ക് ചെയിനെ പറ്റി ഞാൻ പറഞ്ഞതിനപ്പുറം നിങ്ങൾക്ക് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ബ്ലോക്ക് ചെയിൻ എന്താന്നുള്ളത് മനസ്സിലാവും. കാരണം എവിടെയും ബ്ലോക്ക് ചെയിൻ റോങ് ആണ്, ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഡാറ്റകൾ സെക്യൂർ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റോയൽറ്റി ഇൻകം കിട്ടുന്നുണ്ട്. ഇതൊരു എക്കോസിസ്റ്റം ആണെന്നുള്ളത് പറഞ്ഞു. ഇതിന്റെ ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഒരു കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഇത് കിക്ക് ഓഫ് ചെയ്തിട്ടുള്ളത് അല്ലെ, ഇത് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 7 മാസത്തിലധികമായി. എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വന്നിട്ട് ഏകദേശം പിന്നെ 7 വർഷമാവാറ്, 6 വർഷത്തിലധികമായി. അപ്പം ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള 2 പ്രൊജക്റ്റുകളും സ്റ്റിൽ റണ്ണിങ് ആയിട്ട് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോക്കൺ പ്രൊമോഷനിലൂടെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള 2 ക്രിപ്റ്റോ കറൻസികളും ഇന്ന് ലിസ്റ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മൂന്നാമതായിട്ട് നമുക്ക് റിവാർഡുകളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും എംപവർ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഓക്കെ, CS ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊജക്റ്റിൽ കളക്ട് ചെയ്ത CS ആണെന്നുണ്ടെങ്കിലും എതേറിയം ആണെന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ഇനി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീ ലോഞ്ചിങ് പീരീഡിൽ കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എംപവർ ഏറ്റെടുത്തുകൊണ്ട് പ്രീ ലോഞ്ചിങ് പീരീഡിൽ മാക്സിമം നമുക്ക് റിവാർഡുകളായിട്ട് ഈ ഒരു കോയിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ എംപവർ പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാല് നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കിക്ക് ഓഫ് ചെയ്തിട്ട് 7 മാസത്തോളമായി. ഇനി വരാൻ പോകുന്ന പ്രീമിയം കോൺട്രാക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ക്രിപ്റ്റോയുടെ അല്ലെങ്കിൽ ടോക്കൺസിന്റെ മൈനിങ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ ഇത് എയർ ഡ്രോപ്സുകളാക്കി മാറ്റാൻ പോകുന്നുണ്ട്. അടുത്ത വർഷത്തിൽ പകുതിയോട് കൂടിയിട്ട് ഈ കോയിൻ ലിസ്റ്റിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ റോയൽറ്റി തരുന്ന ഒരു രീതിയിലേക്ക് ഇതിന്റെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഉണ്ട്. റോയൽറ്റിക്ക് നമ്മൾ എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ആയ ആളുകൾക്ക് റോയൽറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ. പിന്നെ ഇവിടെ മാർക്കറ്റ് പ്ലേസ് ഞാൻ പറഞ്ഞു ഇതൊരു എക്കോ സിസ്റ്റം ആണ്. ഒരുപാട് പ്രൊജക്റ്റുകൾ കണക്ട് ചെയ്ത് അല്ലെ ഒരുപാട് പ്രോഗ്രാമുകൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്ലേസ് അവൈലബിൾ ആണ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫോർജ് റേസ് എന്നാണ്. ഇപ്പോ ഈ ഒരു പ്രൊജക്ട് എന്താണ്, ഇത് ഏതിലൂടെ റൺ ചെയ്യുന്നത്, ഇതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവണം, ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സ്ലൈഡിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർജ് റേസ് എന്നാണ്. ഓക്കെ, റെഫറൽ പ്രോഗ്രാം ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു ഇതൊരു ടോക്കൺ പ്രൊമോഷൻ പ്രൊജക്റ്റ് ആണ് എന്നുള്ളത്. ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം ടോക്കൺ കളക്ട് ചെയ്യുക, നമ്മൾ ഈ ടോക്കൺ മറ്റുള്ള ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത്. പക്ഷെ വെറുതെ നമ്മൾ ഇത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിക്കുക, മാക്സിമം ഡെവലപ്പർ നമുക്ക് ഇതിനുള്ള കമ്മീഷനും അല്ലെ ഇതിനുള്ള പ്രോഫിറ്റ് തന്നിട്ട് മാത്രമാണ് നമ്മളെ കൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്. അത് എത്രയാന്നുള്ളത് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇത്രത്തോളം തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊരു ഡിസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും എമൗണ്ട് നമ്മളിലേക്ക് ഇത്രയും കമ്മീഷനും പ്രോഫിറ്റും നമുക്ക് തന്നുകൊണ്ട് ഈ ടോക്കണിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ 5 ജെൻ കോൺട്രാക്റ്റുകളും ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റുകളും നമുക്കുണ്ട്. റഫറൽ ഇൻകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 40% റഫറൽ ഇൻകം ആണ് കിട്ടുന്നത്. നമ്മളൊരു ബിസിനസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് വോളിയത്തിന്റെ നമ്മൾ ഏത് ബിസിനസ് ആണോ ക്ലോസ് ചെയ്യുന്നത്, എത്ര രൂപയുടെ ബിസിനസ് ആണോ ക്ലോസ് ചെയ്യുന്നത്, ആ ബിസിനസ് വോളിയത്തിന്റെ 40% നമുക്ക് റഫറൽ ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. നോട്ട് ചെയ്യണേ, 40%. 100 രൂപയുടെ ബിസിനസ് ക്ലോസ് ചെയ്താൽ 40 രൂപ നമുക്ക് പ്രോഫിറ്റ്. അങ്ങനെ കൊടുക്കുന്ന ഏത് കമ്പനിയാണ് നമുക്ക് പരിചയമുള്ളത്? ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ തരുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഡെവലപ്പറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് ടോക്കൺ എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്രയും അധികം ബെനിഫിറ്റ് നമുക്ക് തന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രൊമോട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ 40% റഫറൽ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്, 8% ലെവൽ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 8% ലെവൽ ഇൻകം കിട്ടുന്നുണ്ട്. ഇവിടെ 100% നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 40% റഫറൽ ഇൻകം, 8% 5 പേരിലേക്ക് പോകുമ്പോൾ 40% ലെവൽ ഇൻകവും 20% റോയൽറ്റിയും കിട്ടുന്നുണ്ട്. അപ്പൊ 100% ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ്. ഡെവലപ്പർക്ക് എന്താ അതിനോടുള്ളത്? അപ്പൊ ആ 20% നമുക്ക് തരുന്ന റോയൽറ്റിയുടെ കുറച്ച് ഭാഗം പ്രൊഡക്റ്റ് ഫണ്ടിലേക്കും ഇതിലേക്കും മാറ്റി വെക്കുന്നു. റോയൽറ്റി തരുന്ന, പിന്നെ 40% റഫറൽ ഇൻകം തരുന്ന, 40% ലെവൽ ഇൻകം തരുന്ന. അപ്പൊ മുഴുവൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ഇത് 5 ജെൻ കോൺട്രാക്റ്റിൽ ഇങ്ങനെയാണ് സിസ്റ്റം റൺ ചെയ്യുന്നത്. ഇനി 2 കോൺട്രാക്റ്റുകൾ ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റുകൾ. ഇപ്പോ ഓൾറെഡി സ്റ്റിൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള 6 കോൺട്രാക്റ്റുകളിൽ 2 ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റ് ആണ്. 2 ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റും 4 നമുക്ക് പിന്നെ ലെവൽ ഇൻകം അഥവാ ലെവൽ ഇൻകം പ്ലസ് റഫറൽ ഇൻകം കിട്ടുന്ന കോൺട്രാക്റ്റുകളുമാണ്. ഗ്ലോബൽ ഷെയറിൽ നമുക്ക് ഗ്ലോബൽ ഷെയർ പ്ലസ് റഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് അൺലിമിറ്റഡ് ആണ്, അൺകണ്ടീഷണൽ ആണ്. നമുക്ക് ഈ ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റ് ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടിയാണ് എന്നുള്ള കാര്യം ഈ ഒരു പറയുന്നതാണ്. കാരണം ഇവിടെ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ആർക്കെങ്കിലും അവരുടെ വർക്ക് ഡിലേ ആയി വന്നാൽ പോലും അവർക്ക് വരുമാനം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരൂല എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ ഫസ്റ്റത്തെ പ്രോഗ്രാം ഫോർജ് റൈസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ഓക്കെ, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6. അപ്പം 1, 2, 4, 5 നമുക്ക് 5 ജെൻ കോൺട്രാക്റ്റുകളാണ്. 5 ജെൻ കോൺട്രാക്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ ലെവൽ ഇൻകവും റഫറൽ ഇൻകവും നമുക്ക് കിട്ടുന്നുണ്ട്. അത് 5 ലെവലിലേക്ക് ലെവൽ ഇൻകം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് 5 ജെൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് എടുക്കുന്നതിന്റെ 5 ലെവലിലേക്ക് മുകളിലേക്ക് അതിന്റെ ലെവൽ ഇൻകം 8% വീതം പോകുന്നുണ്ട്. ഗ്ലോബൽ ഷെയർ കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് 3ാമത്തെ കോൺട്രാക്റ്റും 6ാമത്തെ കോൺട്രാക്റ്റും. 7, 8, 9 പ്രീമിയം കോൺട്രാക്റ്റുകളാണ്. അതിനി നെക്സ്റ്റ് വരാൻ പോകുന്ന കോൺട്രാക്റ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി 6 കോൺട്രാക്റ്റുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത് $500 സ്റ്റാർട്ട് ചെയ്തിട്ട് $1050 വരെയുള്ള കോൺട്രാക്റ്റുകളാണുള്ളത്. 1050 വരെയുള്ള കോൺട്രാക്റ്റുകൾ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഒരുമിച്ച് ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് $1050 ആണ്. ഫസ്റ്റ് ലെവലിൽ 1 സ്റ്റാർട്ട് ചെയ്യാം, 2 സ്റ്റാർട്ട് ചെയ്യാം, 3, 4, 5, 6 നമ്മളെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏബിൾ ആയിട്ടുള്ള ഏതാണോ സ്മാർട്ട് കോൺട്രാക്ട് അതെടുത്തിട്ട് നമുക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സാധാരണക്കാർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് 4500. ഇപ്പൊ 4500 അല്ല കേട്ടോ, കാരണം ഡോളറിന് 94 റേറ്റ്. 90 റേറ്റ് ഉള്ള സമയത്താണ് 4500. ഇപ്പൊ ഏകദേശം 4800 രൂപയിൽ നമുക്ക് ഫസ്റ്റത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യാം. 4800 ഫസ്റ്റത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കയറി നിൽക്കാം. 98,000 രൂപ കൊടുത്തിട്ട് 6 കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി നിൽക്കാം. 3 കോൺട്രാക്ട് $300 കൊടുത്തിട്ട് 3 കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കയറി നിൽക്കാം. ഇതില് ഈ 1, 2, 3, 4, 5, 6 ഏതാണോ നമുക്ക് ആക്സസ് ആയിട്ടുള്ളത് അതെടുത്തെടുത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ 1 ലക്ഷം രൂപയുടെ സാധനം ഇറക്കിയിട്ട് സെല് ചെയ്യുമ്പോൾ ആ 1 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 ലക്ഷം രൂപയുടെ സാധനമാണ് നമ്മൾ ഇറക്കുന്നെങ്കിൽ ആ 10 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെ എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള സാധനമേ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനുള്ള ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇനി വലിയ എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാലും നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന്റെ ബെനിഫിറ്റേ നമുക്ക് കിട്ടുള്ളൂ.
അതുകൊണ്ടാണ് വലിയത് എടുത്താലും. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയതിലേക്ക് എത്താനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതേ 98,000 കയ്യിലില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മിസ്സാക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ 4,800-ലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഒരു ഇൻകം വരാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവലുകൾ ഓരോന്നും ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ലെവൽ 1 ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 50 ടോക്കൺസ് കിട്ടും, ലെവൽ 2 ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 100 ടോക്കൺസ്, ലെവൽ 3 ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 150, ലെവൽ 4 200, ലെവൽ 5 250, ലെവൽ 6 300. ഈ 6 കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 50 + 100 + 150 + 200 + 250 + 300 1050 ടോക്കൺസ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ടോക്കൺസ് നമ്മുടെ സ്വന്തമാണ്. ഇത് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഈ 1050 ടോക്കൺ നമ്മൾ $50 സ്റ്റാർട്ട് ചെയ്യുക, 50 ടോക്കൺസ് നമ്മളെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, ഈ 1050 ടോക്കൺസ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാല് ഇത് ഒരാൾക്ക് ഇവിടെ റഫറൽ ആണെന്നുള്ളത് പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ പ്രോഗ്രാം റഫറൽ പ്രോഗ്രാം ആണെന്നുള്ളത് പറഞ്ഞു. 1050 ടോക്കൺസിൽ നമ്മൾ ഒരാൾക്ക് റഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സെയിം സംഭവം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മറ്റുള്ള ഒരാളെ കൊണ്ട് ഞാൻ ഈ ടോക്കൺസ് വാങ്ങിപ്പിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്നതിന്റെ 25% ടോക്കൺ എന്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. 262 ടോക്കൺ, 262.5 ടോക്കൺ എനിക്ക് ഓരോ റെഫറൻസിന്റെ അടുത്ത് നിന്നും ക്രെഡിറ്റ് ആവും. കൂടാതെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻകം ഉണ്ട് അല്ലെ, 40% റെഫറലും 8% ലെവലും ഗ്ലോബൽ ഇൻകം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 48% വരുമാനം എനിക്ക് ക്രെഡിറ്റ് ആണ്. അത് എത്ര റെഫറൽസ് ചെയ്താലും, ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ട് റെഫറൽസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര റെഫറൽസ് വന്നു കഴിഞ്ഞാലും സെയിം എമൗണ്ട് തന്നെയാണ്. ഓക്കെ, 98,000-ന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1050 ടോക്കൺ ഞാൻ കളക്ട് ചെയ്തു. സെയിം ഒരു 98,000-ന് ഞാൻ ഒരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 162 ടോക്കൺ എനിക്ക് കിട്ടി, 43,000 രൂപ വരുമാനവും എനിക്ക് കിട്ടി. ആ രീതിയിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അത് ഒറ്റ റെഫറൽ കൊണ്ടുവന്നാൽ. ഇതേപോലെയുള്ള ഒരുപാട് റെഫറൽസ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ സെയിം എമൗണ്ട് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. 43,000 രൂപ ക്രെഡിറ്റ് ആവും, 262 ടോക്കൺ ക്രെഡിറ്റ് ആവും. ഇത് 6 കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ് ഇതേപോലെ 1-ലും 2-ലും ഒക്കെ അതിന്റെ റേറ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് റേറ്റിനനുസരിച്ചിട്ടുള്ള വരുമാനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഓട്ടോ പ്ലേസ്മെന്റ് ആണെന്നുള്ള പറഞ്ഞു. ഇവിടെ ഒരു ഓട്ടോ സിസ്റ്റം ആണ്, ഇവിടെ ഇന്റർനെറ്റിന്റെ രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പ്ലേസ്മെന്റിന്റെ ഒരു ബ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ എങ്ങനെ പ്ലേസ്മെന്റ് വരിക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ മിനിമം 5 റെഫറൽസ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് റെഫറൽസ് വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ മിനിമം 5 എണ്ണെങ്കിലും കൊണ്ടുവരും. ഇനി 6ാമത്തെ റെഫറൽ വെച്ചു എന്ന് വിചാരിക്കുക. എന്റെ 5 റെഫറൽസ് വെച്ചു, അവര് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ടോക്കൺസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തതാണ്. അപ്പൊ അവർക്ക് വീണ്ടും ടോക്കൺ വേണമെന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും പ്രൊമോഷൻ നടത്തി മറ്റുള്ള ആളുകളിലേക്ക്. അപ്പോ ഞാൻ ഇവിടെ എന്റെ 6ാമത്തെ ഒരാൾക്ക് ടോക്കൺ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ 6ാമത്തെ റെഫറൽ പോയിട്ട് പ്ലേസ്മെന്റ് ആവാ. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതില് 5 പ്ലേസ്മെന്റ് നടക്കുള്ളൂ. എന്റെ 6ാമത്തെ റെഫറൽ എന്റെ സെക്കൻഡ് ലെയറിലാണ് പ്ലേസ്മെന്റ് നടക്കുക. അത് എവിടെ പോയിട്ട് പ്ലേസ് ആവുമെന്ന് വെച്ചാൽ എന്റെ ഈ 5 റെഫറലിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ റെഫറൽസ് വരാത്തത് ആർക്കാണോ അല്ലെങ്കിൽ ആരാണോ പ്രൊമോട്ട് ചെയ്യാത്തത് അവരെ താഴെ പോയിട്ട് പ്ലേസ്മെന്റ് നടക്കും. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 6ാമത്തെ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ പോയിട്ട് പ്ലേസ് ആവുന്നത് എയുടെ താഴെ 2 റെഫറൻസ് വന്നിട്ടുണ്ട്, ബിയുടെ താഴെ 2 റെഫറൻസ് വന്നിട്ടുണ്ട്, സിയുടെ താഴെ 2 റെഫറൻസ്, ഡിയുടെ താഴെ 1 റെഫറലേ വന്നിട്ടേ ഉള്ളൂ. അപ്പോ എന്റെ 6ാമത്തെ റെഫറൽ പോയിട്ട് പ്ലേസ് ആവുന്നത് ഡിയുടെ താഴെ ആയിരിക്കും. ഫസ്റ്റ് ഓരോന്നും ചെക്ക് ചെയ്യും, ഓരോന്നും കമ്പ്യൂട്ടറൈസിൽ ചെക്ക് ചെയ്യും. എയുടെ താഴെ ഓക്കെ ഒന്നുണ്ട്, ബിയുടെ താഴെ ഒന്നുണ്ട്, സിയുടെ താഴെ ഒന്നുണ്ട്, ഡിയുടെ എല്ലാവരുടെയും താഴെ ഒന്നുണ്ട്, പിന്നെ ആർക്കൊക്കെ 2 എണ്ണം ഉള്ളത് അങ്ങനെ ചെക്ക് ചെയ്യും. അപ്പൊ 2 എണ്ണം എക്കും ബിക്കും സിക്കും ഡിക്കില്ല, അപ്പൊ ഡിയുടെ
താഴെ പോയിട്ട് പ്ലേസ്മെന്റ് എടുക്കും. നെക്സ്റ്റ് 3 ഉള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏക്കാണ് അവിടെ പോയി. അപ്പൊ ഞാൻ എത്ര റെഫറൻസ് വെച്ച് കഴിഞ്ഞാലും എൻ്റെ 5 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ലെവലിൽ പോയിട്ടാണ് പ്ലേസ്മെന്റ് നടക്കുക. ഇത് ഏതൊരു അപ്ലൈൻ വർക്കർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നടക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സംഭവം അല്ലേ, നമ്മളൊരാൾക്ക് ബിസിനസ് കൊടുത്ത് അയാളെ കൊണ്ട് ടോക്കൺ വാങ്ങിപ്പിച്ചു, ആ ടോക്കണിന് വാല്യൂ കൂടുന്ന സമയം വരെ അയാൾ എനിക്ക് വരുമാനമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ അയാളെ വാലറ്റ് തുറന്ന് കാണിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഗ്ലോബൽ ഇൻകം ഷുവറായിട്ടും അയാൾക്ക് വന്നിട്ടുണ്ടാവും. കൂടാണ്ട് നമ്മളെ പ്ലേസ്മെന്റ് അയാളെ താഴെ പോയിട്ട് പ്ലേസ്മെന്റും നടന്നിട്ടുണ്ടാവും. അപ്പൊ ആ 8% ലെവലിംഗ് അയാൾക്ക് കയറിയിട്ടുണ്ടാവും. പക്ഷെ എന്റെ വരുമാനത്തിൽ കുറവ് വരുമോ? അത് വരൂല. എനിക്ക് കിട്ടേണ്ട 40% 8% എനിക്ക് തന്നെ വരും. കൂടാണ്ട് ആ പ്ലേസ്മെന്റ് നടന്ന വ്യക്തിക്കും കൂടെ 8% കിട്ടും. പക്ഷെ ഇവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ആ വ്യക്തി വർക്കർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിക്ക് ഒരു പരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തി, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി ഈ സിക്ക് അയാൾ വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഈ സി എന്ന വ്യക്തിക്ക് 33.5 ലക്ഷം രൂപ വരെ ഇയാള് വർക്കർ ആണെന്നുണ്ടെങ്കിൽ ആ സി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത്രയും. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്തുകൂടാ അല്ലെ? അയാൾക്ക് അത്ര പോലും അയാൾ ഒന്നും ഈ ഒരു എന്റെ പ്ലേസ്മെന്റ് അയാളുടെ താഴെ പ്ലേസ്മെന്റ് ആയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അത്രയും രൂപ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പം അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് 100% വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനി ഗ്ലോബൽ ഷെയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലെവൽ ഇൻകത്തിന്റെ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു, എവിടേക്കാ പ്ലേസ് ആവുക എന്നുള്ളത്. 5 ലെവലിലേക്ക് വരുമാനം കിട്ടും എന്ന് പറഞ്ഞു. 40% റെഫറൽ ഇൻകം അൺലിമിറ്റഡ് ആയിട്ട് എത്ര റെഫറൽസ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഗ്ലോബൽ ഷെയർ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ 1ാമത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തു. ഓക്കെ, 2ാമത്തെ ആ 1ാമത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തപ്പോൾ 48% എനിക്ക് വരുമാനം, 50ന്റെ 48% എനിക്ക് വരുമാനം കിട്ടി. 2ാമത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തു, അവിടെ എനിക്ക് 100ന്റെ 48% വരുമാനം കിട്ടി. 3ാമത്തെ കോൺട്രാക്ട് ഞാൻ ആക്ടിവേഷൻ ചെയ്ത സമയത്ത് എനിക്ക് 40% റെഫറൽ ഇൻകം കിട്ടി. അവിടെ ഒരു പൂൾ ഉണ്ടല്ലേ, മുകളിൽ ഒരുപാട് ആളുകൾ 3 ആക്ടിവേഷൻ ചെയ്ത ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഞാൻ 3 ആക്ടിവേഷൻ ചെയ്ത സമയത്ത് $150 ഈ ആളുകളിലേക്ക്, $150ന്റെ 40% ഈ ആളുകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടന്നു. മനസ്സിലായോ? ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞാൽ ഞാൻ 1 ആക്ടിവേഷൻ ചെയ്തു, 2 ആക്ടിവേഷൻ ചെയ്തു, 3ാമത്തതാണ് ഗ്ലോബൽ ഷെയർ. 3ാമത്തെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് 150ന്റെ കോൺട്രാക്ട് ആണ് അല്ലെ. 150ന്റെ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഈ 150ന്റെ 40% എന്റെ മുന്നേ ആരൊക്കെയാണോ 3 ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളത് അവരാണ് ഈ പൂളിൽ കിടക്കുന്നത്, മുകളിലുള്ള പൂളിൽ കിടക്കുന്നത്. അവരിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഓക്കെ, പിന്നെ ഞാനത് ആക്ടിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഞാനും ആ ഒരു പൂളിന്റെ ഭാഗമായി. ഓക്കെ, ഞാനും ആ ഒരു പൂളിന്റെ ഭാഗമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 300 വരുന്നതൊക്കെ അവർക്ക് കിട്ടിയ പോലെ എനിക്കും കിട്ടും. അതേപോലെ ഞാൻ 4 ആക്ടിവേഷൻ ചെയ്തു, അവിടെ എനിക്ക് റെഫറൽ ഇൻകവും ലെവൽ ഇൻകവും കിട്ടി. ഞാൻ 5 ആക്ടിവേഷൻ ചെയ്തു, അവിടെ എനിക്ക് റെഫറൽ ഇൻകവും ലെവൽ ഇൻകവും കിട്ടി. ഓക്കെ, ഞാൻ 6ാമത്തെ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത സമയത്ത് ഞാൻ എത്ര ക്യാഷ് ആണോ അല്ലെങ്കിൽ എത്ര USDT ആണോ മുടക്കിയിട്ടുള്ളത്, 300 USDT മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 300 USDTയുടെ 40% അവിടെ 6 ആക്ടിവേഷൻ ചെയ്ത ഒരു പൂള് കിടക്കുന്നുണ്ട് അല്ലെ. അവിടെ 6 ആക്ടിവേഷൻ ചെയ്ത ആളുകളാണത്. അവരിലേക്കൊക്കെ 40% ഡിസ്ട്രിബ്യൂഷൻ നടന്നു. അവരിലേക്കൊക്കെ 40% ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഞാൻ ആ ഒരു പൂളിന്റെ ഭാഗമായി. ഇനി വരാൻ പോകുന്ന ആക്ടിവേഷനിലൊക്കെ അവരെ പോലെ തന്നെ ഒരു വരുമാനം വാങ്ങുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറും അല്ലേ. മനസ്സിലായോ ഗ്ലോബൽ പൂൾ എങ്ങനെയെന്ന്? 3ാമത്തെ കോൺട്രാക്ട് 6ാമത്തെ കോൺട്രാക്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ആരൊക്കെയാണോ ആക്ടിവേഷൻ ചെയ്യുന്നത് അവരിൽ നിന്നൊക്കെ ഒരു പെർസെൻറ്റേജ് വരുമാനം നമുക്ക് കിട്ടും. അത് ഇനി നമ്മുടെ ടീമിലായിക്കോട്ടെ, എംപവറിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിൽ ഐഡിയ വെച്ച് കഴിഞ്ഞാൽ ആ വരുമാനം നമുക്ക് ഷുവറാണ്. ഓക്കെ, അതൊരു നോൺ വർക്കിംഗ് ഇൻകം ആണെന്ന് പറയാം.
പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ വർക്ക് എടുക്കുക, കുറച്ച് ആളുകൾ വരുമാനം വാങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ നമ്മളെ ഏറ്റെടുക്കുക. കാരണം നമുക്ക് ഇവിടുന്ന് മാക്സിമം ഉണ്ടാക്കാം. എന്തിനാ നമ്മൾ കുറച്ച് വാങ്ങിക്കുന്നത്? നമുക്ക് ഒരുപാട് ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് റോയൽറ്റിയാണ്. റോയൽറ്റിക്ക് എലിജിബിൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 സ്മാർട്ട് കോൺട്രാക്ട് ഓൾറെഡി ഓപ്പൺ ആയി എന്നുള്ളത് പറഞ്ഞല്ലോ. ബാക്കി വരുന്ന 3 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ആവാൻ പോകുന്നു. ആ 9 കോൺട്രാക്റ്റും ആക്ടിവേഷൻ ആയി കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു റോയൽറ്റിയുടെ ബേസിക് എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 20% റോയൽറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള അവരെ 9 കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ചിലപ്പോൾ നമ്മൾ 10, 15, 20 ഒക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 പേരെ നമ്മൾ 9 കോൺട്രാക്റ്റിൽ എത്തിച്ചാൽ 20% റോയൽറ്റിക്ക് അർഹതയുള്ള ഒരാളായിട്ട് മാറും. പയനീർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷനറി എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അവിടെ എന്ന് പറയുന്നത് ആ 9 പേര് പൈനീർ ജെനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയ വ്യക്തികളെ നമ്മൾ പൈനീർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചാൽ നമ്മൾ വിഷനറി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തും. അവിടെ 30% റോയൽറ്റി നമുക്ക് കിട്ടും. ആ പൈനീർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ച വ്യക്തികളെ വിഷനറി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചാൽ നമ്മൾ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്ന സ്റ്റേജിലെത്തും. അവിടെ 50% റോയൽറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് റോയൽറ്റിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഈ പ്രീ ലോഞ്ചിങ് പീരീഡിൽ തന്നെ നമ്മൾ കയറി നിന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നേരത്തെ പറഞ്ഞു. CS കളക്ട് ചെയ്തതും എതേറിയം കളക്ട് ചെയ്തതും പ്രീ ലോഞ്ചിങ് പീരീഡിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പീരീഡിലായതുകൊണ്ട് റിവാർഡായിട്ടും ബിസിനസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീ ലോഞ്ചിങ് ഇപ്പൊ നമുക്ക് ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റേജസ് ആണ്. ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് മാക്സിമം നമ്മൾ ടോക്കൺസ് കളക്ട് ചെയ്യാന്നുള്ള ഒരു രീതി. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ മുന്നിൽ ഇത് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ഇൻകം കേട്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ് ഇത് എന്നുള്ളത്. പല മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുന്ന ഈ ഫോർജ് എന്താ പറയാ ഫസ്റ്റത്തിലെ ഫോർജ് റേസ് എന്ന് പറയുന്നുള്ള ഫസ്റ്റത്തെ പ്രോഗ്രാം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ വരാനുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ബിറ്റ് കോയിന് വരുന്ന സമയത്ത് അതിന്റെ പിന്നിൽ വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ബിറ്റ് കോയിന്റെ റേറ്റ് ഇത്രയും ഹൈപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. എതേറിയത്തിന്റെ റേറ്റ് ഹൈപ്പിലേക്ക് എത്തിച്ചത് അതിന് പിന്നിൽ വലിയൊരു പ്രൊജക്ട് ഉള്ളത് കൊണ്ടാണ്. ഇത് രണ്ടും ഉള്ള ഒരു പിന്നെ പ്രൊജക്റ്റ് ആണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോയിന്റെ വാല്യൂടെ ലിസ്റ്റിങ്ങിന്റെ സമയത്ത് വാല്യൂ കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് പറഞ്ഞു. ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ ഉള്ള ഓരോ ട്രാൻസാക്ഷൻസും. ഞാൻ പിന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള ഓരോരുത്തർ കോടികൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പോളിഗൺ സ്കാനറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വാലറ്റിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫസ്റ്റ് പറഞ്ഞു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇവിടെ ഓട്ടോമേറ്റഡ് പാസീവ് ഇൻകം ആണ്. എല്ലാ സിസ്റ്റവും സ്റ്റിൽ ഇന്റർനെറ്റ് ത്രൂ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു റിസ്ക് ഇല്ല, ഒരു മാനിപ്പുലേഷൻ ഇല്ല. ഇവിടെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാനില്ല. എല്ലാം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം എന്നെ കേട്ടിട്ടിരുന്ന ഇത്രയും സമയം എന്നെ കേട്ടിട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഒരു ബിസിനസ് ഇത്രയും സമയം എന്താ പറയാ, ഞാൻ ഒരുപാട് സമയം എടുത്തില്ല എന്ന് തോന്നുന്നു. സോറി, 45 മിനിറ്റ് നിങ്ങൾ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് 100%, നമുക്ക് മനുഷ്യന്മാർക്കാണല്ലേ
ചിന്തിക്കാനും വിവേചന ബുദ്ധിയൊക്കെ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അത് പഠിക്കാനുള്ള സോഴ്സസ് ഇന്ന് ഒരുപാടുണ്ട്. ChatGPT ആയിട്ടും യൂട്യൂബ് ആയിട്ടും ഗൂഗിൾ ആയിട്ടും എല്ലാം എവിടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു മൈനസും ഇതുവരെ ഈ ഒരു ബിസിനസ് മാർക്കറ്റിൽ ഞങ്ങൾ ഇറക്കിയിട്ട് ഒരു മൈനസും ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റെസ്പോണ്ട് ഇതിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം മാത്രം, നമ്മള് അസുഖം വന്നാല് ചികിത്സിക്കാൻ പോകല് ഡോക്ടറെ അടുത്താണ്, ഒരു പ്ലാൻ വരയ്ക്കാൻ പോകുന്നത് എഞ്ചിനീയർ അടുത്താണ്, ഒരു കേസിന്റെ കാര്യത്തിന് പോകുന്ന വക്കീലിന്റെ അടുത്താണ്. അപ്പൊ ഒരേ ഒരു കാര്യം മാത്രമേ പറയണം, നിങ്ങൾ ഇത് ചോദിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ കൺഫേം ആക്കുക. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി ചോദിച്ചിട്ട് ഒരു മൈനസ് കേൾക്കേണ്ട ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണെന്നുള്ള ഒരിക്കലും വിശ്വസിക്കരുത്. ക്രിപ്റ്റോ കറൻസി എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ് എന്നുള്ളത് അറിയുന്ന ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുക, നിങ്ങൾ ക്ലാരിറ്റി വരുത്തുക. ഇവിടെ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കീഴിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെയുള്ള ഓരോരുത്തരും ഒരു ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് 24/7 നമ്മുടെ ലീഡേഴ്സ് അവൈലബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് റൺ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു രൂപ പോലും ഇന്ന് വരുമാനം വാങ്ങിക്കാത്ത ഒരാളും ഇന്ന് ഈ ഒരു കോയിൻഫോജ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഇല്ല എന്നുള്ളതും സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അപ്പം താങ്ക് യു. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.